വെൽക്കം ടു പ്രൈം ഡയറക്ഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീസണിങ് എബിലിറ്റിയിലെ ആൽഫബറ്റ് ടെസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ആൽഫബറ്റ്സ്? ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ 26 നമ്പേഴ്സ് അതിനെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം 1 മുതൽ 13 വരെയുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ A മുതൽ M വരെയുള്ളതും പിന്നെ N മുതൽ Z വരെയുള്ളതും ഞാനിതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ പ്ലേസ് വാല്യൂ ആയിട്ട് ഇതാ Aന് 1 ആയിട്ടും B 2, C 3, D 4, E 5 അങ്ങനെ എക്സെട്ര, M 13, N 14 അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇതിനെയാണ് ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞത്. നമ്മൾ ഏത് ബാങ്ക് എക്സാമിൽ വരികയാണെങ്കിലും ഈ സംഭവം നമ്മൾ റഫ് പേപ്പറിൽ ആദ്യം എഴുതി വെക്കണം. കാരണം ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കിലും എന്താണ് ഇത് ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പം ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ആൽഫബറ്റ്സിന് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് വവ്വൽസ്, എ എന്ന് പറഞ്ഞൊരു വവ്വലാണ്, പിന്നെ ഇ എന്ന് പറയുന്നൊരു വവ്വലാണ്, പിന്നെ O, I, U, ഇതാണ് വവ്വൽസ്. ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? കൺസണൻസ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതെന്തായാലും എല്ലാവരും എഴുതി വെക്കുക. പിന്നെ അത് മാത്രമല്ല, ഈ സിൻ്റെ മിറർ ഇമേജ് ആണ് എക്സ് എന്ന് പറയുന്നത്, ജിൻ്റെ മിറർ ഇമേജ് ആണ് ടി എന്ന് പറയുന്നത്, ജെൻ്റെ മിറർ ഇമേജ് ആണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എഴുതുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എ മുതൽ എം വരെയും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് N മുതൽ Z വരെയും എഴുതാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. If in the word alphabet all the letters are arranged in alphabetical order from right to left hand, then the position of how many alphabets will remain unchanged എന്നാണ്. സോ ആദ്യം നമ്മളിത് ആൽഫബറ്റ് നേരത്തെ പറഞ്ഞ ടേബിൾ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്യാം. എ ആൽഫബറ്റിലെ ആദ്യത്തേത് എ, പിന്നെ എൽ, പിന്നെ എന്താണ് പി, പിന്നെ എച്ച്, പിന്നെ ഒന്നുകൂടി എ, പിന്നെ ബി, പിന്നെ ഇ, പിന്നെ ടി. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഇതൊന്നുകൂടി ഇവിടേക്ക് എഴുതുകയാണ്. പിന്നെന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം. എങ്ങനെ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. സോ ഇവിടെ എന്താണ് ആദ്യത്തെ വരിക? ആൽഫബറ്റിക്കൽ ഓർഡർ എ അല്ലേ ഫസ്റ്റ് വരിക, രണ്ടാമതും എ ആണ്, മൂന്നാമത് ബി ആണ് വരിക, പിന്നെ ഇ ആണ് വരിക, പിന്നെ എച്ച്, എൽ, പി, ടി. അപ്പോൾ എന്താണ് ചോദ്യം? എന്താണ് ഇതിൽ നിന്ന് എന്താണ് എത്ര എണ്ണം അൺചേഞ്ച് ആയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടി എന്തായി? ഇവിടെ എ ആയി, അൺചേഞ്ച് ആയില്ലേ? ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ ഇ എന്താണ്? എ ആയി, ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ പക്ഷേ ബി എന്താണ്? ബി തന്നെയാണുള്ളത്, ചേഞ്ച് ആയിട്ടില്ല. എ ഇ ആയി, ചേഞ്ച് ആയി. എച്ച് ചേഞ്ച് ആയിട്ടില്ല. പി എൽ ആയി, എൽ പി ആയി, എ ടി ആയി. അപ്പോൾ ആകെ എത്ര എണ്ണം അൺചേഞ്ച് ആയിട്ടുള്ളത്? 2 എണ്ണം അല്ലേ? ആൻസർ എന്തായിരിക്കും? 2 ആയിരിക്കും വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If the first and second letter of the word directions interchanged, also the third and fourth letter, the fifth and sixth letter, and so on, which will be the 10th letter from the right എന്ന്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞത്? ഈ ഡിയും ഐയും ഫസ്റ്റും സെക്കൻഡും, പിന്നെന്താണ് തേർഡും ഫോർത്തും, പിന്നെ ഫിഫ്ത്തും സിക്സ്ത്തും ഇങ്ങനെ എന്താണ് ഇൻ്റർചേഞ്ച് ആയി പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും വരിക. ഐ, ഡി, ഇ, ആർ ഇങ്ങനെയൊക്കെയാണ് വരിക. നമുക്കെന്താണ് ഇത് മൊത്തമായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ വിച്ച് ലെറ്റർ വിൽ ബി ദ 10th ഫ്രം ദ റൈറ്റ് നിന്ന് 10th 10ാമത്തെ ലെറ്റർ ഏതാണെന്ന് കണ്ടാൽ മതി. ഇപ്പോൾ ഈ ഡയറക്ഷൻസ് എന്നുള്ളതിൽ നോക്കുകയാണെങ്കിൽ 10ാമത്തെ റൈറ്റ് ഹാൻഡ് ഇതാണ്, അതിൽ നിന്ന് 10ാമത്തെ ലെറ്റർ ഏതായിരിക്കും? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇവിടെ എന്താണ് ഡയറക്ഷനിൽ ഡി ആണ് വരുന്നത്. പക്ഷേ എന്താണ് നമ്മളെ ക്വസ്റ്റ്യനിൽ കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും ഇൻ്റർചേഞ്ച് ആയി എന്നാണല്ലേ. അപ്പോൾ ഇവിടെ ഏതായിരിക്കും വരിക? ഐ അല്ലേ വരിക? ഐ ആണ് വരിക ആൻസർ. എന്താണ് മൊത്തത്തിൽ മാറ്റി എഴുതേണ്ട ആവശ്യമില്ല, നമ്മളൊന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ മാത്രം മതി. ഇവിടെ എന്താണ് ഡി ആണ്, അത് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്താവും? ഐ ആവുന്നു. ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പോൾ ആൻസർ എന്താ വരിക? ഐ ആണ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Each vowel of the word turmeric is substituted with the next letter of the English alphabet series and each consonant is substituted with the letter preceding it. How many vowels are present in the new arrangement? അപ്പോൾ എന്താണ് ആദ്യം തന്നെ നമ്മൾ ടേബിൾ വരച്ചത് നോക്കുക. ആദ്യം ടർമറിക്കിലെ എല്ലാ ലെറ്ററും ഇതിലേക്ക് അടയാളപ്പെടുത്തുക. ടർമറിക് T U R M E R I C. ഈച്ച് വവ്വൽ എന്താണെന്ന് പറഞ്ഞത്? വവ്വൽ നെക്സ്റ്റ് ലെറ്റർ ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വവ്വൽ ഏതാണ്? ഈ ഒരു വവ്വലല്ലേ, അതെന്തായി? എഫ് ആയി. പിന്നെ എന്താണ് ഐ ഒരു വവ്വലല്ലേ, അടുത്തെന്തായി? ജെ ആയി. പിന്നെ വേറെ വവ്വൽ യു ആണ്, യു വി ആയി. പിന്നെ എന്താ പറയുന്നത്? പിന്നെ കൺസണൻറ്റ് എന്താണ്?
പ്രൊസീഡിങ് ഇറ്റായി എന്ന് പറയുന്നത്. കൺസണൻ്റ് ഏതൊക്കെയാണ്? സി. ബാക്കിയുള്ള ഈ വവൽസ് അല്ലാത്ത ബാക്കിയുള്ള ലെറ്റേഴ്സിനാണ് കൺസണൻ്റ് എന്ന് പറയുന്നത്. അതെന്താണ്? അതിന് മുന്നേ ഉള്ള ലെറ്റർ ആയി എന്ന് പറയുന്നത്. ഇപ്പോൾ സി എന്താവും? ബി ആയിട്ടുണ്ട്, ഇവിടെ എം എൽ ആയിട്ടുണ്ട്, ആർ 2 തവണ ക്യൂ ആയിട്ടുണ്ട്, ടി എസ് ആയിട്ടുണ്ട്. പിന്നെ എന്താണ് ചോദ്യം ചോദിക്കുന്നത്? ഹൗ മെനി വവൽസ് ആർ പ്രസൻറ്റ് ഇൻ ദ ന്യൂ അറേഞ്ച്മെൻറ്റ്. ഇവിടെ നോക്ക്, ഇവിടെ ബി അല്ലേ വന്നേ, വവൽ അല്ല ആണോ? അല്ല. ഇവിടെ എഫ് ആണ്, വവലാണോ? അല്ല. ഇവിടെ ജെ ആണ്, വവലല്ല. എൽ ആണ്, വവലല്ല. ക്യൂ ആണ്, വവലല്ല. എസ് വവലല്ല. വിയും വവലല്ല. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. ആൻസർ 0. റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ലെറ്റേഴ്സ് ആസ് പെർ ദ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ആർ ദർ ബിറ്റ്വീൻ ദ 5th and the 10th ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് റിലേഷൻഷിപ്പ്? അപ്പോൾ ഇതിലെ 5th ലെറ്റർ ഏതാ? 1 2 3 4 5 ടി ആണ്. പിന്നെ 10th ലെറ്റർ ഏതായിരിക്കും? 6 7 8 9 10. അപ്പോൾ ടിയും എച്ചുമാണ് ആ ലെറ്റേഴ്സ്. അത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എത്ര എണ്ണം അതിൻ്റെ ഗ്യാപ്പിലുണ്ടെന്നാണ് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ ടേബിൾ നോക്കുക. ടിയും എച്ച് അല്ലേ? ടി ഇതവിടെ, എച്ച് ഇതാ ഇവിടെ. അപ്പോൾ ടീൻ്റെ എത്രയാ? 20 പ്ലേസ് വാല്യൂ. എച്ചിൻ്റെ എത്രയാണ് പ്ലേസ് വാല്യൂ? 8. അപ്പോൾ 20 - 8 12 എന്ന് ആൻസർ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ് ആൻസർ. ശരിക്കും എന്താണ് ആൻസർ വരിക? ഒരു -1 കൂടി ചെയ്യണം. 11 ശരിക്കുള്ള ആൻസർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എത്ര നമ്പേഴ്സ്, എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. 1 2 3 4 5 6 7 8 9 10 11 ആൻസർ. ഇതെങ്ങനെയാണ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേസ് വാല്യൂ തമ്മിൽ മൈനസ് ചെയ്യുക. 20 - 8 മൈനസ് ഒരു 1 കൂടി അങ്ങ് ഇടുക. അപ്പോൾ എന്തായിരിക്കും ആൻസർ കിട്ടുന്നതാണ്. അധിക എക്സാമിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു സിമ്പിൾ ട്രിക്കായിട്ട് പറയുന്നതാണ്. പ്ലേസ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് കാണുക, ഒരു -1 കൂടി ചെയ്യുക. അപ്പോൾ ആൻസർ എന്താണ്? 11. ഓപ്ഷൻ കൊടുത്ത തെറ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 4 of the following 5 are related to each other in terms of English alphabet series and thus form a group. Which of the following does not fit that group? ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആൽഫബറ്റ് സീരീസുള്ള നേരത്തെ ആ ടേബിൾ നമ്മളൊന്നുകൂടി നോക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഏതാ? CX ഇവിടെ ഉണ്ടല്ലോ. അടുത്ത ഏതാണ്? SH ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ഏതാണ്? IR, പിന്നെ OK, പിന്നെ ഏതാണ്? MN. ഇപ്പോൾ എന്താണ്? ഒന്നിൻ്റെ മിറർ ഇമേജ് ആണ് രണ്ടാമത് വരുന്ന ലെറ്റർ, അല്ലെങ്കിൽ രണ്ടാമത്തെ മിറർ ഇമേജ് ആയിരിക്കും ഫസ്റ്റ് ലെറ്റർ എന്നത്. അപ്പോൾ സീൻ്റെ X ആയിട്ടും HS ആയിട്ടും IR ആയിട്ടും MN ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്? KO ആയിട്ട് റിലേറ്റ് ചെയ്യാൻ മിറർ ഇമേജ് ആണോ അവർ തമ്മിൽ? അല്ല. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? OK ആയിരിക്കും ആൻസർ. ഈ വീഡിയോയിൽ ആൽഫബറ്റ് ടെസ്റ്റിലെ 5 ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്താണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ ആൻസർ നോക്കാണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക.